birthday to you. Happy birthday to you. Happy birthday. ഷാനാത്തു എന്തോ തിരക്കിലാന്ന് തോന്നല്ലോ. ഭയങ്കരമായ കുക്കിംഗ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അൽഹംദുലില്ലാ ഇന്നെന്താണെന്നറിയാവോ? ഇന്ന് എൻ്റെ അബ്ദുള്ളാൻ്റെ ബർത്ത്ഡേ ആട്ടോ. അബ്ദുള്ളാക്കിന് എത്ര വയസ്സാ? നല്ലപോലെ പറ. 5 വയസ്സാ. അബ്ദുള്ള ബിഗ് ബോയ് ആണ് ഇന്ന്. എല്ലാവരും വിഷ് ചെയ്യണേന്ന് പറ. പിന്നെ കുടിക്ക്. എല്ലാവരും ഞങ്ങളെ വിഷ് ചെയ്യുമോ? ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. മോനിന് 5 വയസ്സാണ്. മാഷാ അല്ലാ. പിന്നെ അപ്പൊ ഇന്ന് പിന്നെ കഴിഞ്ഞ തവണയൊക്കെ മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ നാട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ആരെയും വിളിക്കുന്നില്ല. ഷെഫിയുടെ ഉമ്മായും വാപ്പായും പിന്നെ ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഷെഫി പറഞ്ഞു ആരെയും വിളിക്കണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ആരെയും വിളിച്ചില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഷെഫിയുടെ ഉമ്മായും വാപ്പായും കൂട്ടാൻ വേണ്ടി ഷെഫി പോകണം. അതിനു മുന്നേ ഉണ്ടല്ലോ ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പം ബിരിയാണി ഞാനാ വെക്കുന്നത്. അപ്പോൾ സാധനം ഇന്നലെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് 1-2 അടുത്ത് പോകണമായിരുന്നു. അപ്പം മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ ഷെഫി എന്നെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളിതാ സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മാർജിൻ ഫ്രീ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ ബിരിയാണിക്കുള്ള. ഷെഫിയെ കാത്തിരുന്ന് മുഷിഞ്ഞോ? എവിടെ പോവാ? സാധനം മേടിക്കാൻ പോയി. ഷെഫിയെ ഇന്നെന്താ വിശേഷം? അബ്ദുള്ളക്ക് 5 വയസ്സാവുന്നു. ഇന്ന് അബ്ദുള്ളയെ ജനിച്ചിട്ട് 5 വർഷമായി കേട്ടോ. അപ്പോൾ പിന്നെ സാധനങ്ങളെല്ലാം വേണ്ടി മേടിക്കാൻ വേണ്ടി ഞങ്ങളിതാ വീട്ടടുത്തുള്ളൊരു മാർജിൻ ഫ്രീയിലോട്ട് പോവാണ് കേട്ടോ. ഷെഫിക്ക് ഞാൻ ബിരിയാണി വെക്കണമെന്നല്ലേ? ഷെവി ബിരിയാണി വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് ഷെവിക്ക് ഇഷ്ടം. ഇനി വാങ്ങിച്ചുകൊണ്ട് എന്നെ വീട്ടിലാക്കിയിട്ട് വേണം. ഷെവിക്ക് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഒന്ന് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഷെവിക്ക് ഉമ്മാനെയും ഉപ്പാനെയും വിളിക്കാൻ വേണ്ടി പോകണം. പിന്നെ താമസിച്ചു പോയി. നേരത്തെ ചെല്ലാന്ന് പറഞ്ഞതാ. വാപ്പ രാവിലെ ബസ്സിന് വരാന്ന് പറഞ്ഞ, പക്ഷെ ഉമ്മ ബസ്സിന് പോകത്തില്ല കേട്ടോ. വരത്തില്ല, കാലുവേദനയാ. അപ്പം ഷെവി കാലെടുത്ത് വെച്ച് വണ്ടിയിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോഴാണെങ്കിൽ ഉമ്മായെ കൂട്ടാൻ വേണ്ടി പോകണം. ഉമ്മായെ ഉപ്പാനെയും കൂടെ വിളിക്കാൻ വേണ്ടി പോകണം. കുറച്ച് ദൂരം ഉണ്ടല്ലേ ഷെവിയെ? എത്ര ദൂരമുണ്ട്? എത്ര? 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം ഷെവി പോകുന്ന നേരം കൊണ്ട് ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കും അല്ലേ? ഇൻഷാല്ലാ. ദിവസങ്ങൾ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നു. പോവാറാകുമ്പോ ഒരു വിഷമമാണ് ഇല്ലയാ? നാടുമായിട്ടൊരു സെറ്റായിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴേ, ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മൂടോട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ഇതുമായിട്ട് ഓക്കെ ആയിട്ട്, പിന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്ലൈമറ്റും ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം നല്ല വെയിലാട്ടോ. ഇപ്പൊ ഞങ്ങൾ പോവാറായപ്പം വെയിലല്ലേ ശരിയേ? എവിടെ പോവാനും നല്ല കാലാവസ്ഥ, നല്ല വെതറാണ്. പിന്നെ എന്തുവാ, ഇനിയിപ്പോൾ ഞങ്ങൾ വരും. ഇനി 2 വർഷം കൂടുമ്പോഴേ വരത്തുള്ളൂ ഇൻഷാല്ലാ. അതിന് മുന്നേ അടുത്ത വർഷം ചിലപ്പോൾ അബ്ദുള്ള അപ്പൂസിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വരും. അപ്പൂസ് വരുന്നില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ കേട്ടോ, ഉറപ്പില്ല. വരുന്നില്ലെന്ന് പറഞ്ഞു. വരുന്നില്ല. അവൻ അവിടെ ഇഷ്ടം. അവൻ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ നിൽക്കുന്നതാ ഇഷ്ടം അല്ലേ? പ്ലസ് 2 കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവനിക്കാന്നല്ല, നമുക്കും എല്ലാം ആണെങ്കിലും പിന്നെ അവിടെ ആണല്ലോ, കുറേ നാളായിട്ട് അവിടെ ആണല്ലോ. അപ്പോൾ അവിടെ ഉള്ള കൂട്ടുകാരും ഒക്കെ ആയപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇവിടത്തെക്കാളും എനിക്ക് ഫ്രണ്ട്സ് അവിടെയാണ്. അവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് 2 പേർക്കും എല്ലാം അവിടെ ഇഷ്ടമല്ലേ ശരിയേ? പിന്നെ ഉമ്മാനെയൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു സങ്കടമല്ലേ? അതായത് മാർജിൻ ഫ്രീ എത്തി. നമുക്കിനി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാവേ. ആണ് നമ്മൾ ഇങ്ങനെ മാർജിൻ ഫ്രീയിലെത്തി. അല്ല വിലയല്ല, കറുത്ത എന്ത് വരുന്നുണ്ടോ? 5 മുന്തിരി ഇല്ലാന്ന് തോന്നിയില്ലേ? അങ്ങനെ ഞങ്ങളിതേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. ശരിയേ? ഇനി വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. വിശക്കുന്ന്. അതിന് ശേഷം ബിരിയാണിയുടെ പരിപാടികൾ ചെയ്യണം.
കൊണ്ട് വെക്കൂ. ഒന്ന് ചിരിക്കൂ മോളൂസേ, ഒന്ന് ചിരിക്കൂ. ഷെവി ബാ ഫുഡ് കഴിക്കാം. ഷാനാത്തു എന്തോ തിരക്കിലാന്ന് തോന്നല്ലോ. ഭയങ്കരമായ കുക്കിംഗ്. എന്തെന്ന് സ്പെഷ്യല്? സ്പെഷ്യല് നിനക്ക് അറിഞ്ഞാത്ത ഇതെന്താ സ്പെഷ്യല്? ഷാനാത്താടെ സ്പെഷ്യൽ ബിരിയാണി. സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഇഷ്ടാണോ? ആ പിന്നല്ലാതെ. വെയിറ്റിംഗാ. ഇത്താടെ ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗിലാ. ഞാൻ നാട്ടിൽ നിന്ന് നട്ട് ഇന്ന് ആദ്യമായിട്ട് വെക്കോ ബിരിയാണി അല്ലേ? ആ പിന്നെ ഇന്ന് അപ്പൂസിന് വേണ്ടി എന്റെ ക്യാമറമാൻ ഫാത്തിമ കേട്ടോ. ഫാത്തിമയുടെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നില്ലേ? ഫാത്തിമയെ ഞാൻ സ്മാർട്ടാക്കി കൊണ്ടുവരില്ലേ ഫാത്തിമ? അല്ലേ? അതെ. നീ ഇന്ന് എൽഫ് ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പിന്നെ ഇതിന് ഫാത്തിമ പെരിഞ്ചീരകപ്പൊടി ഫ്രണ്ട്സിനോടൊക്കെ പറയണം എൻ്റെ ഇഷ്ട നന്നായിട്ട് കുക്ക് ചെയ്യും. എന്താ പറയേ അടിപൊളി കുക്കാണെന്നൊക്കെ പറയുമോ? പിന്നല്ലാതെ. അപ്പൊ ഞാൻ കുക്ക് ചെയ്യട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇല്ലേ ഫാത്തിമ? പറ, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്താന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടോന്ന് പറയാന്ന് പറ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്താടെ ബിരിയാണിയെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഓക്കെ. നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ദമ്മു വെക്കാൻ പോവാണ്. കണ്ടോ നമ്മുടെ ചോറ് ഇവിടെ റെഡി. ഷഹനാത്ത അങ്ങനെ ചോറിന്റെ ഒക്കെ ദമ്മിടാൻ പോകുന്നു. ദമ്മിടാൻ പോകുന്നു. ഫാത്തിമ ചോറിന് വെയിറ്റ് ചെയ്ത് എന്തായി ഫാത്തിമ? വിശന്ന് തല കറങ്ങിയോ? വിശന്ന് തല കറങ്ങുന്നല്ലേ ഫാത്തിമ? ഇനി ഒരു 10 മിനിറ്റ് ദമ്മിരിക്കട്ടെ കേട്ടോ. ഓക്കെ. അതാ ഷെഫിദാ വന്നു കേട്ടോ, ഉപ്പായി ഉമ്മയൊക്കെ ആയിട്ട്. അതാ ഇറങ്ങുന്നു. വാപ്പാ എന്താ താമസിച്ചത്? വാപ്പാ ഞങ്ങൾ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാന്നറിയാമോ? ഉമ്മ എന്താ താമസിച്ചത്? ഇവിടെ ഇത്ര മണിക്ക് പോയതല്ലേ? ഞങ്ങള് വേറെ ആരെയും വിളിച്ചിട്ടില്ല, ഉള്ളി ഉമ്മായും വാപ്പായും മാത്രം. വാപ്പാ ഇങ്ങടെ വീഡിയോയിലൊന്നും എടുത്തോട്ടെ. വാപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ ഉള്ളി ഉമ്മ. ഉമ്മായെ കണ്ടില്ല സംസാരിച്ചതൊന്നും പരാതി പറയരുത് കേട്ടോ ഉമ്മാലേക്ക്. ചോറ് കഴിച്ചിട്ട് ഫാത്തിമ കുറെ നേരം വെയിറ്റ് ചെയ്യില്ലേ ഷാനാത്താന്റെ ചോറ്? ഇവിടെ ഉണ്ട് ഉമ്മായും വാപ്പായും. വാപ്പാ നോക്കൂല, ഒന്നും നോക്കൂ വാപ്പാ. വാപ്പ ഒരു സെക്കൻഡ് വാപ്പാ, വാപ്പ നോക്കൂലട്ടാ. വാപ്പാ അവ നോക്കത്തില്ല കേട്ടോ, ഇഷ്ടല്ല. ചോറ് കഴിക്കട്ടെ. വാ. ഞങ്ങളെല്ലാരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി. ഷെഫീക്ക നിങ്ങളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെക്കട്ടെ. ഉമ്മ പായസം ഉണ്ടാക്കുന്നു. ഷെഫിയുടെ ഉമ്മ എല്ലാം കിച്ചണിലോട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ കുളിച്ച് റെഡി ആയതേ ഉള്ളൂ. ഷെഫിയെ വാ. പായസം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മോന്റെ ബർത്ത്ഡേ. ഉമ്മ നല്ല സ്മാർട്ടായിട്ട് എല്ലാം പറയും കേട്ടോ. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, കൊച്ചുമോന്റെ ഇല്ലയാ? കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. കേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറിക്കാം. കേക്ക് ഇത് മുന്നോട്ട് പോക്കാം. കപ്പ് കേക്ക് നിർത്താൻ ഞാനെടുത്താല് ഇതാണ് കേക്ക്. അബ്ദുള്ളാന്റെ ഹാപ്പി ബർത്ത്ഡേ കേക്ക്. കപ്പ് കേക്ക് കൂടെ കപ്പ് കേക്ക് ഡോണറ്റ് അവനില്ല വേണോന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
എല്ലാം കേക്ക് കൊടുക്ക്. നീ ഉപ്പാക്ക് കൊടുക്കും. ഉപ്പാക്ക് ബിസ്മില്ലാഹ്. ഉപ്പച്ചി കൊടുക്കേ. വാക്കുമാക്ക് കൊടുക്കും. വാക്കുമാക്ക്. ഓ വായി ഇനി ഇവിടെ ഉമ്മച്ചാമാക്ക് കൊടുക്കേക്ക്. ഉമ്മച്ചാമാക്ക് കൊടുക്ക്. ഇനി വല്ലാപ്പാക്ക് കളിച്ച് പുളിച്ച കേക്ക് എടുക്കും. എങ്ങനെ കാണിച്ചൂടാ? അതിന് വാപ്പിക്കും ഉമ്മയ്ക്കും കേൾക്കുക. ഞങ്ങൾക്ക് കേൾക്കുതാ ഉമ്മി കേൾക്കുക. വാപ്പി കൊടുക്കാതെ ഉമ്മിക്കതാ. മാമിക്കൂടെ ഇനി അടുത്ത അപ്പൂസിനെ കൊടുക്കും. അപ്പൂസിനെ കൊടുത്തില്ലല്ല. അപ്പൂസിനെ കൊടുക്കും. വായി വെച്ചെടുക്കും. ഇത് ഉമ്മാടെ അനിയത്തിയാട്ടോ, സക്കീന എന്ന് പറയും. സക്കീന കുഞ്ഞുമാണ്. കുഞ്ഞുമ്മ ഇന്ന് മോന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലേ. കുഞ്ഞുമ്മയെ കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞുമ്മ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഫാത്തിമ പൈസ എനിക്കുണ്ടില്ലല്ലോ. പൈസ കുറച്ചുള്ളതേ. അപ്പാ ഞങ്ങളെവിടെ പോവാന്നറിയാവോ? അബ്ദുള്ള കുഞ്ഞായിരുന്ന സമയത്ത് അബ്ദുള്ളയെ കുളിപ്പിച്ച ഒരു ഇത്ത ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഇത്താടെ വീട്ടിൽ പോവാണ്. ഇത്തായിക്ക് പായസം കൊണ്ട് പോവാണ് കേട്ടോ. പായസവും ചോറും കേക്കും എല്ലാം എടുത്ത് വെച്ച് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്നെയും വലിയ കാര്യമാണ്. ഇതാരാന്നറിയാവോ? അബ്ദുള്ള കുഞ്ഞായിരുന്നപ്പോഴേ അബ്ദുള്ളയെ കുളിപ്പിച്ച ഇതാണ് ഞങ്ങളുടെ ഉമ്മച്ചാണോന്ന് ചോദിച്ചു. കുറെ പേര് വീഡിയോ ചോദിച്ചില്ല ഉമ്മച്ചാണോ. ഉമ്മച്ച അല്ല, ഉമ്മച്ചായ പോലാട്ടോ. എന്റെ മോളെ പോലെ അല്ലേ എന്റെ മക്കളെ കുളിപ്പിച്ചത് കൊണ്ട് എന്റെ മോനെ ഞാൻ കുളിപ്പിച്ചു. ഞാന് തിരിച്ച് ബഹ്റൈനിൽ പോകുമ്പോൾ എന്റെ മുടങ്ങാതെ എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന എന്റെ സ്വന്തം എൻ്റെ ഉമ്മാനെ പോലാണ് കേട്ടോ. ഒരു ദിവസം പോലും എന്നെ കണ്ടില്ലെങ്കിൽ അപ്പൊ ചോദിക്കും എവിടാ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരേ ഒരാളാണ് കേട്ടോ. സ്വന്തക്കളും ബന്ധുക്കളും ഒന്നുമില്ല, പക്ഷെ അതിലുപരി വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഇന്ന് എന്നെ മറന്നുപോയി കേട്ടാ. ഇല്ല, മറന്ന് ഞാൻ എന്നിട്ട് കേക്ക് കൊണ്ട് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞങ്ങളുടെ പിറകിന് ഉമ്മായും ഉണ്ടായിരുന്നു. ഉമ്മായും വാപ്പ ഇനി കൊണ്ടുവിടാൻ വേണ്ടി കൊല്ലത്തോട്ട് പോകണം. അപ്പം അവിടെ ചോറ് കൊടുക്കാൻ പോയായിരുന്നു. ഞങ്ങൾ നേരെ കൊല്ലത്ത് പോവാട്ടോ. ഞങ്ങളങ്ങനെ ഉപ്പാനെയും ഉമ്മാനെയും എല്ലാം കൊണ്ടുവിടാൻ വേണ്ടി കൊല്ലത്തോട്ട് പോവാണ്. ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇല്ലേ ഉമ്മ? വീണ്ടും ഉമ്മാനെ എല്ലാരും കണ്ടല്ലോ, കൺകുളിർക്കെ കണ്ടല്ലോ. ഉമ്മായ കാണുന്നില്ല എന്ന് ഭയങ്കര പരാതി.